താൻ കുഴിച്ചിട്ട രഹസ്യത്തിലേക്ക് എന്നെങ്കിലും പോലീസ് എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നായകൻ അന്നു മുതൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആ കാലയളവിൽ തലയ്ക്ക് പരിക്കുപറ്റി മരണപ്പെട്ട സമപ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്താനായിരുന്നു നായകന്റെ ശ്രമം. ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ചെറുപ്പക്കാരന് വേണ്ടിയുള്ള നായകന്റെ അന്വേഷണം ഒടുവിൽ ഫലം കണ്ടു. ആ ചെറുപ്പക്കാരന്റെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ അയാൾ ഒരാളെ കണ്ടെത്തി. അയാളെ പരിചയപ്പെട്ടു, സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് അങ്ങോട്ട് നിരന്തരമായ കണ്ടുമുട്ടലുകളിലൂടെ ആ സൗഹൃദം അയാൾ ഊട്ടിയുറപ്പിച്ചു. ഒരു ശരീരം അസ്ഥികൂടമായി മാറാനുള്ള കാലയളവിനെ കുറിച്ച് അയാളിൽ നിന്ന് മനസ്സിലാക്കി. സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ടിരുന്ന അയാളെ സാമ്പത്തികമായി സഹായിച്ച് പാട്ടിലാക്കി. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ശരീരം അസ്ഥികൂടമായി മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ ആവശ്യം അറിയിച്ചു. തൻ്റെ അന്നദാതാവിന് അയാൾ ആ ചെറുപ്പക്കാരൻ്റെ അസ്ഥികൂടം എടുത്തു കൊടുത്തു. ഇതിനിടയിൽ പോലീസ് ആ ചെറുപ്പക്കാരൻ്റെ ബോഡി കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന തുടർ നടപടികളെക്കുറിച്ച് നായകൻ എങ്ങനെയോ മനസ്സിലാക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഇങ്ങനൊരു അസ്ഥികൂടം കിട്ടിയാൽ അത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ലിംഗനിർണയവും പ്രായവും മരണകാരണവും കണ്ടുപിടിക്കുന്നത് അവിടെയുള്ള ഫോറൻസിക് സർജനായിരിക്കും. ഈ ടെസ്റ്റുകൾ ഡേലൈറ്റ് ചെയ്യണമെന്നൊരു നിയമമുണ്ട്. ഇതിനുശേഷമേ DNA ടെസ്റ്റിന് ട്രിവാൻഡ്രത്തേക്ക് അയക്കുകയുള്ളൂ. അവിടുത്തെ രീതികൾ മനസ്സിലാക്കിയ നായകൻ അവിടുത്തെ സെക്യൂരിറ്റിയുമായി സൗഹൃദം സ്ഥാപിക്കുവാനുള്ള തൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു. അയാളെ പിന്തുടർന്ന് തൻ്റെ സുഹൃത്താക്കി മാറ്റി. ആ സൗഹൃദം വളർത്തിയെടുക്കുന്നതിനിടയിൽ അയാളുടെ ബലഹീനതകൾ നായകൻ മനസ്സിലാക്കി. സിനിമയായിരുന്നു എൻ്റെ സ്വപ്നം. പൊന്നു സാറേ, സാറിന്റെ പടത്തിൽ എനിക്കൊരു വേഷം തരണം. വാ 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 വാ, കേറി വാ. ഇവിടെ ക്യാമറ ഒന്നും ഇല്ലല്ലോ. സാറ് ധൈര്യമായിട്ട് വാ സാറേ, ഇവിടെ പേടിക്കാനൊന്നുമില്ല. വാ, രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഞാനും കുറച്ച് കൊതുകുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ അയാളെയും തൻ്റെ വരുതിയിലാക്കി പോലീസിന്റെ വരവിനായി നായകന്റെ കാത്തിരിപ്പ് ആരംഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ പോലീസ് ആ രഹസ്യം കണ്ടെത്തി. രാജാ, ജോർജേട്ടാ, ഞാൻ കോട്ടയത്തോട്ട് വന്നോണ്ടിരിക്കുക. നമുക്കിന്നൊന്ന് കൂടണം കേട്ടോ. ആ, ശരി ശരി ശരി.